ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന GPay വാലറ്റിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓൺലൈൻ പർച്ചേസുകളും അതുവഴി ഓൺലൈൻ ട്രാൻസാക്ഷനുകളൊക്കെ GPay വാലറ്റിലൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ GPay വാലറ്റിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. GPay വാലറ്റിനെ കുറിച്ച് കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് GPay വാലറ്റിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതായത് GPay വാലറ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 അക്ക പാസ്വേഡ് ചോദിക്കും. ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ GPay വാലറ്റ് ലോഗിൻ ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. നമ്മുടെ അക്കൗണ്ട് റിമൂവ് ചെയ്യാനാണ്. അതിനുവേണ്ടി നമ്മുടെ അക്കൗണ്ട് കാണാൻ വേണ്ടി പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ആദ്യം കാണുന്ന ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്, അതായത് GPay വാലറ്റിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതിനായി അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും മൂന്നാമത് കാണുന്ന റിമൂവ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന UPI അഡ്രസ്സുകളും റിമൂവ് ആയി പോകുന്നതാണ്, ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ് എന്നാണ് ഈ ഒരു മെസ്സേജിൽ പറയുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഈ ഒരു അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന UPI അഡ്രസ്സുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു അക്കൗണ്ട് ഇവിടെ നിന്നും മാഞ്ഞു പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടും ഈ ഒരു GPay വാലറ്റിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗം കാണാം. ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിലേക്ക് പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന വിവിധ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.